ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിട്ട് കരുണയെ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പറയുന്നുണ്ട് കണ്ണൻ. പിന്നീട് മഹിക്കുള്ള പലഹാരങ്ങളുമായിട്ട് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ മോഹിനി. അപ്പോൾ മോഹിനി കരുണയോട് പറയുന്നുണ്ട് മോൾക്കുള്ള പലഹാരങ്ങൾ കണ്ടെയ്നറിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ മോഹിനിയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് കരുണ ചെയ്യുന്നത്. തുടർന്ന് കണ്ണൻ മോനെയും ലക്ഷ്മി മോളെയും കാണാൻ വേണ്ടി മാത്രമല്ല ഉണ്ണിയെയും ഞാൻ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞ് ആത്മാഭിമാനം ഉള്ളവളാണെന്ന് മുത്തശ്ശിയും ഇനി ഒരിക്കലും തിരിച്ച് ആ പടി ചവിട്ടില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത് എന്ന് കരുണയും പറഞ്ഞുകൊണ്ട് വീണ്ടും മോഹിനിയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. നിന്റെ മോൾക്ക് ഒരിക്കലും ഒരമ്മയാകാൻ കഴിയില്ല എന്ന് നിനക്കറിയാം. അതുകൊണ്ടാണ് നിന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടു കൊടുത്ത് തീർക്കുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും മോഹിനിയുടെ നേരെ കുത്തുവാക്കുകൾ പറയുകയാണ് മുത്തശ്ശി ചെയ്യുന്നത്. പക്ഷേ അതെല്ലാം കേട്ടിട്ടാണെങ്കിലും യാതൊരു കുലുക്കവും ഇല്ലാതെ കമലേശ്വരത്തേക്ക് തിരികെയാണ് കേട്ടോ മോഹിനി ചെയ്യുന്നത്. അങ്ങനെ പലഹാരങ്ങളുമായിട്ട് കമലേശ്വരത്തെത്തിയ മോഹിനിയോട് കഴിഞ്ഞ ദിവസവും പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് അവൾ വന്നത്. ഇങ്ങനെ പലഹാരം കൊണ്ടുവന്ന് വയറ് നിറയ്ക്കാൻ അവളുടെ വയറ്റിനകത്ത് ചലനം വല്ലതും ഉണ്ടോ? അവൾ മിടുക്കിയാണെന്നും ചിലപ്പോൾ കണ്ണൻ അറിയാതെ പല ചലനങ്ങളും അവളുടെ വയറ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ മഹിയെ അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ മകൾ അങ്ങനെയുള്ള കൂട്ടത്തിൽ പെട്ടവളല്ല. ദുർഗ ഇപ്പോൾ എൻ്റെ മോളെക്കുറിച്ച് പറഞ്ഞതിന് മുഖത്തടിച്ചാണ് ഞാൻ മറുപടി പറയേണ്ടത്. പക്ഷേ ഇത് നിങ്ങളുടെ വീടായി പോയി, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയ്ക്ക് ചുട്ട മറുപടി തന്നെ മോഹിനി കൊടുക്കുന്നുണ്ട്. ഇതേ സമയം അത് കേട്ടുകൊണ്ട് കണ്ണനും മഹാലക്ഷ്മിയും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അമ്മ മഹിയുടെ അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. വീട്ടിൽ വരുന്നവരോട് അല്പം കൂടി മാന്യമായിട്ട് അമ്മയ്ക്ക് പെരുമാറിക്കൂടെ? പിന്നെ ഒന്ന് മനസ്സിലാക്കിക്കോ, എൻ്റെയും ഇയാളുടെയും ദയയിലാണ് അമ്മയും ഉണ്ണിയും ഒക്കെ ഇവിടെ കഴിയുന്നത് എന്ന ബോധം വേണം. എൻ്റെ സ്വത്തുക്കൾ മൊത്തത്തിൽ വിഴുങ്ങണം, എന്നിട്ട് എന്നെയും ഇയാളെയും കൊല്ലണം. അതാണ് നിങ്ങളുടെയും ഉണ്ണിയുടെയും കരുണയുടെയും മേഘൻ്റെയും ഒക്കെ മനസ്സിലിരിപ്പ്. കുറേയൊക്കെ മഹിയുടെ അമ്മയ്ക്കും അറിയാവുന്നതാണല്ലോ. അത് നടക്കാത്തതിൻ്റെ ധാർഷ്ട്യമാണ് അമ്മ ഇപ്പോൾ ഈ കാണിച്ചത്. മഹിയുടെ അമ്മ അതൊന്നും മുഖവിലേക്ക് എടുക്കണ്ട എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ മോഹിനിയോട്. തുടർന്ന് മോഹിനി പറയുന്നുണ്ട് അതൊന്നും സാരമില്ല മോനെ, മോൻ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതിരുന്നാൽ മാത്രം മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. തുടർന്ന് മഹി അമ്മയെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. അപ്പോൾ കണ്ണൻ മോഹിനിയുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ ഈർഷ്യയുണ്ട് കേട്ടോ ദുർഗയ്ക്ക്. ഇന്നലെ അവൻ സ്നേഹത്തോടെ ഭാര്യയ്ക്ക് ഫ്രൂട്ട്സ് എറിഞ്ഞു കൊടുത്തു. ഇന്നിപ്പോൾ ഇതാ അമ്മായിയമ്മ പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. ഇനി ഞങ്ങളെയൊക്കെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കി കണ്ണൻ മോഹിനി എവിടെ കയറ്റി താമസിപ്പിക്കുമോ എന്നെല്ലാമുള്ള ചിന്തകൾ ദുർഗയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ ഈ സമയം. പിന്നീട് മോഹിനി മഹിയോടായിട്ട് പറയുന്നുണ്ട് ഇവിടെ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലല്ലോ മോളെ, മോള് സൂക്ഷിക്കണം. അല്ലെങ്കിൽ തന്നെ മോളോട് വൈരാഗ്യം ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ് മോളുടെ അമ്മായിയമ്മ. ഇനി ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നിനും മടിക്കില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല അമ്മേ. കാരണം 6 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇയാളെ ലേഖയുടെയും അനന്തുവിൻ്റെയും വീട്ടിലേക്ക് പറഞ്ഞു വിടും. പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് ഇയാൾ ഇവിടേക്ക് തിരിച്ചു വരൂ എന്നെല്ലാം കണ്ണൻ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ മോഹിനിയെ. പിന്നീട് ഉണ്ണിയാണെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് കരുണയെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് സന്തോഷിപ്പിച്ച് അവളെ തിരികെ കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് സീമന്തിനി മേഘനോടായിട്ട് പറയുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ കരുണയുടെ മുത്തശ്ശിയെ വിളിച്ചിരുന്നു. കരുണയ്ക്ക് ബന്ധം പിരിയണം എന്നൊക്കെയുണ്ട്. അവളുടെ വയറ്റിലെ കുഞ്ഞു പോയി. മാത്രമല്ല മഹാലക്ഷ്മിയുടെ ഉയർച്ച കണ്ടുകൊണ്ട് ആ വീട്ടിൽ കഴിയാൻ പറ്റില്ലെന്നാണ് കരുണ പറയുന്നതെന്നാണ് അവളുടെ മുത്തശ്ശി പറഞ്ഞത്. ഉണ്ണിയെ കമ്പനിയിൽ ആ രീതിയിലല്ലേ തരം താഴ്ത്തിയിരിക്കുന്നത്. മഞ്ജുവിന് ഉണ്ണിയുടെ സ്ഥാനത്ത് നിയമിച്ചു. അവനിപ്പോൾ അവിടെ ജോലിയൊന്നുമില്ല, പക്ഷെ ശമ്പളം മുടങ്ങാതെ കിട്ടുന്നുണ്ട് എന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ ഇനി അങ്ങോട്ട് കണ്ണനെയും മഹാലക്ഷ്മിയെയും പിണക്കാതെ അവരുമായിട്ട് സന്ധി ചെയ്യുക. മഞ്ജുവിൻ്റെ ജീവിതം തന്നെ കണ്ടില്ലേ, അവരുമായിട്ട് യോജിക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണൻ അവൾക്ക് കമ്പനിയിൽ നല്ല പോസ്റ്റ് കൊടുത്തു, നല്ല പോസ്റ്റ് നിയമിച്ചു. ഇനി വൈകാതെ കണ്ണൻ അവൾക്കുള്ള സ്വത്ത് കൂടി എഴുതി കൊടുക്കും. സാഗറിന് കൂടിയാണ് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത്. നിന്നെ പറഞ്ഞാൽ മതിയല്ലോ, അവളെ നീ വിവാഹം കഴിച്ചതിന് ശേഷം നീ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകാതെ അവളോടുമായിട്ട് സ്നേഹത്ത് പോയിരുന്നെങ്കിൽ നിനക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ അവരുമായിട്ട് സന്ധി ചെയ്യണമെങ്കിൽ ഞാൻ മരിക്കണം. കമലേശ്വരത്തെ സ്വത്തുക്കൾ ഞാൻ ആഗ്രഹിച്ചതാണ്, അത് ഞാൻ എങ്ങനെയെങ്കിലും നേടിയെടുക്കും എന്നുള്ള ഒരു മേഘൻ്റെ തീരുമാനം കേട്ട് ഞെട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ സീമന്തിനിയും വാമനും. എങ്കിൽ പിന്നെ ആ മാർക്കോയുടെ തല്ലുകൊണ്ട് ചാവാനായിരിക്കും നിൻ്റെ വിധി, ഞങ്ങളൊന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമനും. പിന്നീട് അങ്ങനെ ഉണ്ണി കരുണയ്ക്കുള്ള സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ട് കരുണാലയത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സമ്മാനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി. അപ്പോൾ കരുണ പറയുന്നുണ്ട് ഇത്തരം സമ്മാനങ്ങൾ കണ്ടാലൊന്നും എൻ്റെ മനസ്സ് മാറില്ല.
ഞാനിനി നിങ്ങളോടൊപ്പം ആ വീട്ടിലേക്ക് വരില്ല എന്ന് തന്നെ കരുണ തീർത്ത് പറയുമ്പോൾ ഉണ്ണിമോൻ മോളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഈ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്നത്, അത് മോള് കണ്ടില്ല എന്ന് നടിക്കരുത്. പിന്നെ മോളും ഉണ്ണിമോനും തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ അതിലേറ്റവും അധികം സന്തോഷിക്കുന്നത് ലക്ഷ്മിയും കണ്ണനും തന്നെയായിരിക്കും. അതിനുള്ള അവസരം മോളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിൽ കരുണയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. അങ്ങനെ കമലേശ്വരത്തേക്ക് തന്നെ ഉണ്ണിയോടൊപ്പം തിരികെ പോകാനായിട്ടൊക്കെ അവർ ഏകദേശം കൺവിൻസ് ഒക്കെ ആക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം കരുണയുടെ മനസ്സ് മാറി വരുന്ന ആ സമയത്ത് തന്നെയാണ് കരുണ ചില ദൃശ്യങ്ങൾ കാണുന്നത്. അതായത് മഞ്ജു കമലേശ്വരം ഫിനാൻസിയേഴ്സിൻ്റെ ജനറൽ മാനേജറായിട്ട് ആ ഒരു ക്യാബിനിൽ ഇരിക്കുന്ന ഒരു സ്റ്റാറ്റസ് വാട്സപ്പിൽ അതിൻ്റെ ഫോട്ടോസ് എല്ലാം കണ്ട് അലറി നിലവിളിക്കുന്നുണ്ട് കേട്ടോ കരുണ. അങ്ങനെ ഉണ്ണിയെ വീണ്ടും കമ്പനിയിൽ തരം താഴ്ത്തി എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്ന കരുണയാണെങ്കിൽ ഉണ്ണി കൊണ്ടുവന്ന ആ സമ്മാനങ്ങളെല്ലാം വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. ഉണ്ണിയുടെ നേരേക്ക് തന്നെ വലിച്ചെറിഞ്ഞ് കലി തുള്ളുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്